കേരളത്തിലെ ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട ലീഡർമാരിൽ ഒരാൾ. ജൻസി വോട്ടുകൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് എം വി ശ്രേയംസ് കുമാറാണെന്നാണ് ഈ ഇടതുമുന്നണിയിലെ ഒരു അടക്കം പറച്ചിൽ. കാരണം ടീഷർട്ട് ഇട്ടുകൊണ്ട് പ്രചരണത്തിന് ഇറങ്ങുന്ന നേതാക്കളിൽ ഒരാളാണ് എം വി ശ്രേയംസ് കുമാർ. ശ്രേയംസ് കുമാറിനോട് വളരെ സീരിയസ് ആയ ചില കാര്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. ഈ ജൻസി വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അട്രാക്ട് ചെയ്യാൻ ഇടതുമുന്നണിക്ക് എത്രമാത്രം പറ്റും? ചെറുപ്പക്കാർ, വലിയ രാഷ്ട്രീയ ബോധം ഇല്ലാത്തവർ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമില്ലാത്തവർ, ടെക്നോക്രാറ്റുകൾ, ടെക്കികൾ, ഇവരൊക്കെ. ഒന്നാമത് ദീപക് പറഞ്ഞ് ചെറു തിരുത്താൻ പറയാം. ടീഷർട്ട് ഇട്ടുകൊണ്ട് ജൻസികളെ ആകർഷിക്കാൻ സാധിക്കില്ല. അതിനിപ്പോൾ ഈ സർക്കാർ ചെയ്തിട്ടുള്ളത് പ്രധാനപ്പെട്ട ഘടകം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ, അതുപോലെ സ്കില്ലിംഗ്, റീസ്കില്ലിംഗ്, അപ്സ്കില്ലിംഗ്, ഈ മേഖലയിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. കാരണം ഇനി വരാൻ വേണ്ടി പോകുന്ന തൊഴിലവസരം എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ പറയുന്നത് കേരളത്തിലെ ചെറുപ്പക്കാർ പഠനത്തിന് വേണ്ടിയിട്ടും ജോലിക്ക് വേണ്ടി വിദേശത്ത് പോകുന്നു എന്നുള്ളതാണ്. അതിന് കാരണം എന്താ? അവർ വിചാരിക്കുന്ന രീതിയിലുള്ള പഠന കേന്ദ്രങ്ങൾ ഇവിടെ ഇല്ല. ഇപ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റീസ് വരാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ പഠിക്കാം. പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ? ജോലി, ഇല്ലെങ്കിൽ ആന്ത്രപ്രണേഴ്സ് ആവണം. ഇപ്പോൾ പഴയ ആൾക്കാരും സംരംഭമാണ് താല്പര്യമുള്ളത്. അതിൽ തന്നെ നോക്കുകയാണ് ഇപ്പോൾ കേരളം പിന്നെ എന്താ പറയുക, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റായിട്ട് കേന്ദ്രം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, നമ്പർ 1 ഇൻ ഇന്ത്യ. സ്റ്റാർട്ടപ്പുകൾ 8000-ഓളം സ്റ്റാർട്ടപ്പുകളുണ്ട്. അതിൽ 80,000 ആൾക്കാർക്കാണ് ജോലിയുള്ളത്. ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആകെ 3-4 ആൾക്കാരെ തുടങ്ങുക. പിന്നീട് അത് ഫ്ലറിഷ് ചെയ്യുമ്പോഴാണ് 100 കണക്കിന് ആൾക്ക്. ഇപ്പോൾ യൂണിക്കോൺസ് ഉണ്ട് കേരളത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഇവിടെ തന്നെ നല്ല പഠന സൗകര്യം, അതിനുശേഷം ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലി, അതുപോലെ തന്നെ അതെ ഓൺട്രപ്രണേഴ്സ് ആവാൻ വേണ്ടിയിട്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ശരിക്കും അങ്ങനെ ഒരു വോട്ട് പുള്ള് വരുമോ? കാരണം ചെറുപ്പക്കാർ, കാരണം UDFന്റെ ക്യാമ്പയിൻ തന്നെ ഇതൊന്നും ഉണ്ടായില്ല, തൊഴിലവസരം ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞാണ് അവരുടെ പരസ്യം എല്ലാ ചാനലുകളിലും പോകുന്നത്. വളരെ രസകരമായ പരസ്യത്തിൽ പറയുന്നത് നിങ്ങളൊന്നും ചെയ്തില്ല എന്നാണ്. അവരുടെ പറച്ചിലല്ലേ, അവർക്കത് പറയാമല്ലോ. കാരണം അവരുടെ അനുഭവം പറയുന്നതേ. UDF അധികാരത്തിലൊന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ 2016 ഏകദേശം 500 സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്ന ഇപ്പോൾ 8000-ലെത്തി, 16 ഇരട്ടിയാണ്. അപ്പം ഈ ചെറുപ്പക്കാരെ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് വളരാനുള്ള ഒരു എക്കോ സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുണ്ടാക്കാൻ വേണ്ടി ഉള്ള പരിശ്രമം തുടങ്ങി. അതിപ്പം പൂർണ്ണരൂപത്തിൽ എത്തി ഞാൻ പറയുന്നില്ല. അതിൻ്റെ ഒരു എന്താ പറയുക, 2-3 സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞു. അതെ, ഇപ്പോൾ ഒരു 5 വർഷത്തെ ഭരണമല്ല ഇവിടെ നോക്കുന്നത്. ഒരു 10-15 വർഷം കഴിഞ്ഞാൽ കേരളത്തിലെ പിന്നെ യുവതയുടെ ഭാവി എങ്ങനെയായിരിക്കണം, അവർക്ക് പ്രതീക്ഷ കേരളത്തിലുണ്ടോ എന്നുള്ളതാണ്. അതിനുള്ള റോഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പല ഘടകങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറഞ്ഞ നോളജ് ബേസ്ഡ് എക്കോണമി, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ. അതെല്ലാം ഇപ്പം പിന്നെ കേരളത്തിലിപ്പം റോഡ് വേസ് ആണെങ്കിലും വാട്ടർ വേസ്, അതുപോലെ തന്നെ എയർപോർട്ട്സ്, റെയിൽ, 4 രീതിയിലുള്ള ഗതാഗത മാർഗ്ഗങ്ങൾ കേരളത്തിൽ ഉണ്ട്. ഇപ്പോൾ വാട്ടർ വേസിൻ്റെ പിന്നെ പ്രവർത്തനം ഇപ്പോഴാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കൊച്ചി വാട്ടർ മെട്രോ വന്നു. അതിപ്പം ഇന്ത്യയിൽ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങൾ മാതൃകയാക്കാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതുപോലെ നോളജ് ബേസ്ഡ് ആയിട്ടുള്ള എക്കോണമി, ഇത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ആ മാറ്റമാണ് പുതിയ തലമുറ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ആസ്പിറേഷനിലായിരിക്കണം. ഈ പുതിയ തലമുറയുടെ ഏറ്റവും വലിയ പ്രധാന ഘടകം ആസ്പിറേഷനിലാണ്. അല്ലാതെ നമ്മൾ കേവലം രാഷ്ട്രീയ പ്രസംഗവും രാഷ്ട്രീയ വിഴുപ്പൽക്കൊന്നും അവർക്ക് വലിയ താല്പര്യമില്ല. അവരുടെ താല്പര്യം അവർ ജീവിക്കുന്ന സ്ഥലം, അത് പിന്നെ എന്താ പറയുക, അവിടെ ആഭ്യന്തര കലഹം ഉണ്ടാവാൻ വേണ്ടി പാടില്ല, പീസ്ഫുൾ ആയിരിക്കണം, നല്ല വർക്കിംഗ് അറ്റ്മോസ്ഫിയർ വേണം, നല്ല അവസരങ്ങൾ വേണം. അതുപോലെ ജീവിതം എന്ന് പറയുന്നത് കേവലം ജോലി മാത്രമല്ല, അതോടൊപ്പം തന്നെ അവരുടേതായിട്ടുള്ള പിന്നെ സമയം ചെലവഴിക്കേണ്ട മറ്റു മാർഗങ്ങൾ, ഇതെല്ലാം കൂടി വരുമ്പോഴാണ് ചെറുപ്പക്കാർക്ക് ഒരു സംസ്ഥാനത്ത് നിൽക്കാൻ തോന്നുക, അവിടെ തന്നെ താമസിക്കണം തോന്നുക. അതിനുള്ള കുറേ കാര്യങ്ങൾ സർക്കാർ ചെയ്തിട്ടുണ്ട്. ശ്രേയം സാറ് പൊളിറ്റിക്സും പ്രൊഫഷനും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരാളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്തായിരിക്കും? ഞാനീ പറഞ്ഞ പോലെ 10 വർഷത്തെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള കാഴ്ചപ്പാട് കൂടിയുള്ള ഭരണം തന്നെയാണ്, ഒരു സംശയമില്ല. അതെല്ലാ മേഖലയും റിഫ്ലക്ട് ചെയ്യുന്നത്. ഇപ്പം സാമൂഹ്യ സുരക്ഷ, ഇപ്പം 4000 കോടി രൂപയാണ് ഈ മാസം കൊടുക്കുന്നത് 2 മാസത്തെ പെൻഷനായിട്ട്. അതുപോലെ തന്നെ പിന്നെ സ്ത്രീ സുരക്ഷ, അതിനുള്ള പിന്നെ എന്താ പറയുക, ജോലിയില്ലാത്ത സ്ത്രീകൾക്ക് 1000 രൂപ കൊടുക്കുന്നു, കുട്ടികൾക്ക് പിന്നെ സ്കോളർഷിപ്പ് നൽകുന്നു. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഈ സാമൂഹിക സുരക്ഷയും, അപ്പോൾ എല്ലാവിധ നമ്മളുടെ സംസ്ഥാനത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും സ്പർശിക്കുന്ന ഒരു ഭരണമാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ പ്രിസൈസ് ചെയ്താൽ 10 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ ഭരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തുന്നത്. അതിൽ വികസനവും
അതുപോലെ തന്നെ ക്ഷേമവുമാണ് വിലയിരുത്തുന്നത്. വികസനവും ക്ഷേമവും ഭാവിയും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഞാൻ നേരത്തെ പറഞ്ഞു 5 വർഷത്തെ കാര്യമല്ല നോക്കേണ്ടത്. 2035, 2040, 2045 ആകുമ്പോൾ കേരളം എങ്ങനെ ആവണം എന്നുള്ളതിൻ്റെ കാഴ്ചപ്പാടാണല്ലോ. ആ കാഴ്ചപ്പാടുണ്ട് എന്നുള്ളതാണ് ഈ ഗവൺമെൻറ് പ്രത്യേകത. അത് ജനങ്ങൾ വിലയിരുത്തും, പ്രത്യേകിച്ച് ജൻസി വിലയിരുത്തും എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഈ ഭരണ തുടർച്ച ഉണ്ടാവുമെന്ന് നിങ്ങൾ LDF നേതാക്കൾ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ UDF വലിയ കോൺഫിഡൻസ് പ്രകടിപ്പിക്കുന്നു. സതീശൻ പറഞ്ഞിരിക്കുന്നത് 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം എന്നാണ്. അദ്ദേഹം തന്നെ തിരുത്തി പറഞ്ഞല്ലോ. അത് ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് പറഞ്ഞതെന്നും തിളക്കമാർന്ന വിജയമില്ലെങ്കിൽ വനവാസത്തിന് പോകുന്നുള്ളതാണ്. അപ്പോൾ 100 സീറ്റോടെ പോയി, ആ കോൺഫിഡൻസോടെ പോയി. ഇപ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജിന് വളരെ വീക്കല്ലേ. ഓരോ ദിവസം കഴിയും തോറും LDFൻ്റെ സാധ്യത വർദ്ധിച്ചു വരികയാണ്. ഒരു 2 മാസം മുമ്പത്തെ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. കാരണം ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്താണ് ഈ ഗവൺമെൻറ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ആ കാര്യത്തിൽ UDFിനേക്കാൾ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഈ നിങ്ങളുടെ ദേശീയ നേതാക്കൾ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ സജീവമായി എത്തുന്നു. പൊന്നാനിയിലേക്ക് പോകുന്നു, ബേപ്പൂരിൽ വരുന്നു. ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സന്ദേശം കേരളത്തിൽ നൽകൽ കൂടിയാണ്. വി വിത്ത് LDF ആൻഡ് വി സ്റ്റാൻഡ് ഫോർ LDF. എന്താ സംശയമുള്ളത്? വി ആർ പാർട്ട് ഓഫ് LDF. അതെപ്പോഴും സന്ദേഹം ഉണ്ടായിട്ടുള്ളത്? അത് പല ആൾക്കാരും അങ്ങനെ വാർത്ത പരത്തി നല്ല ഉണ്ടാക്കിയെന്നല്ലാതെ ആ കാര്യത്തിലൊന്നും യാതൊരു ആശങ്കയും ഞങ്ങൾക്കാർക്കില്ല. ഇസ്രായേൽ സാറിൻ്റെ ഒരു കണക്കൂട്ടൽ സാധാരണ അങ്ങ് പറയുന്നതൊക്കെ ശരിയാവാറുണ്ടതുകൊണ്ടാണ്. എത്ര സീറ്റോട് കൂടിയായിരിക്കും ഈ ഭരണ തുടർച്ച ഉണ്ടാവുക? അങ്ങനെ ഉറപ്പിച്ചു പറയാൻ എനിക്ക് സാധിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല ഘടകങ്ങളും ഉണ്ടല്ലോ. ഒരു 85 to 90 സീറ്റ്സ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 85 മുതൽ 90 സീറ്റ് വരെ ലഭിക്കുന്നതാണ് പ്രതീക്ഷ. മുഖ്യമന്ത്രി 100ന് മുകളിൽ സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. നിങ്ങൾ ചോദിച്ച എൻ്റെ വിലയിരുത്തലല്ലേ? മുഖ്യമന്ത്രി വിലയിരുത്തൽ അദ്ദേഹം പറയും. എന്നോട് ചോദിച്ച ചോദ്യത്തിൽ ഞാൻ പറയും എന്തായാലും ഭരണ തുടർച്ച ഉറപ്പാണ്. ആണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട്. അത് നേരത്തെ വിശദീകരിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇനി അതിലേക്ക് പിന്നെയും കിടക്കേണ്ട കാര്യമില്ല. അത് ജനങ്ങൾ വിലയിരുത്തില്ലേ? സർക്കാരിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്തുമല്ലോ. കാരണം വളരെ പ്രോആക്റ്റീവായിട്ട് ഒരു കാര്യം ചെയ്യാൻ. ഇപ്പോൾ വയനാട് ടൗൺഷിപ്പ് എടുക്കുക, അതൊരു അത്ഭുതമാണ്. കാരണം ഭൂമി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രയാസകരമായ കാര്യമാണ്. ഇപ്പോൾ 2019 ഉണ്ടായപ്പം ഈ കാര്യം മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ 7 ഏക്കർ ഭൂമി വാങ്ങിച്ച് നൽകിയത്. പക്ഷെ ഇത് ഏകദേശം 500 ഏക്കർ കൽപ്പറ്റ ടൗണിലാണത്. മനസ്സിലാക്കണം, ബൈപ്പാസിലാണ്. അത് ഏറ്റെടുത്ത് മനോഹരമായ വീടുകൾ നിർമ്മിച്ച് ടൗൺഷിപ്പ് ഉണ്ടാക്കുക, അതിൻ്റെ എല്ലായിടായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക. ഇതൊന്നും കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എവിടെയാണ് ഇപ്പോൾ എത്ര വലിയ ദുരന്തങ്ങളുണ്ടായി. ഇപ്പോൾ ലാത്തൂറുണ്ടായി, പിന്നെ ഗുജറാത്തിലുണ്ട്. അവിടേക്ക് എന്താ റീഹാബിലിറ്റേഷൻ ഉത്തരാഖണ്ഡ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ റീഹാബിലിറ്റേഷൻ എന്താ ഉള്ളത്? ഒന്നുമില്ല. അപ്പോൾ പലപ്പോഴും പല ആൾക്കാരും ചോദിച്ചു ഇതൊരു ഇലക്ഷന് വേണ്ടിയിട്ടല്ല, ഗവൺമെൻറ്റിൻ്റെ പ്രതിബദ്ധതയാണ്. അങ്ങനെ ദുരിതം അനുഭവിച്ച ആൾക്കാരെ സംരക്ഷിക്കുക. പ്രത്യേകിച്ച് ഇത്ര വലിയൊരു ദുരന്തം, 100 കണക്കിന് ആൾക്കാർ ജീവൻ രക്ഷപ്പെട്ടു, കുടുംബം എല്ലാം നഷ്ടപ്പെട്ട കുട്ടികൾ, അവരുടെ ഭാവി, അവരുടെ സുരക്ഷ, ഇതൊക്കെ ഒരു സർക്കാരിൻ്റെ കടമയാണ്. അത് മുമ്പത്തെ കാലത്ത് വിഭിന്നമായിട്ട് എന്താ വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്തെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. 178 വീടുകളുടെ പണി പൂർത്തീകരിച്ചു. അവിടെ ബാക്കിയുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം മഴ അത് ഏകദേശം മഴ വിട്ട സമയം കുറവായിരുന്നു കഴിഞ്ഞ വർഷം. എന്നിട്ട് പോലും 1.5 വർഷം കൊണ്ട് ഇത്ര നേടിയെടുത്തു. ഇനിയിപ്പോൾ 1-2 മാസം കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീഷനിലേക്ക് പോകും വീടുകളുടെ. പിന്നീടുള്ള ബാക്കിയുള്ള ഫെസിലിറ്റീസൊക്കെ ഒരു കുറച്ച് മാസങ്ങൾ കൊണ്ട് വരുന്നതോടുകൂടി അത് ഉറ്റുനോക്കല്ലേ കേരളം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൻ്റെ ചരിത്രത്തിൽ? അപ്പം 3ാം LDF സർക്കാർ ഉറപ്പിക്കും. യെസ്. ഓക്കെ. SKN വളരെ കൃത്യമായി കൈ ഉയർത്തിക്കൊണ്ട് തന്നെ MV ശ്രേംസ്കുമാർ പറയുകയാണ് 3ാം ഇടത് ഭരണ തുടർച്ച ഉറപ്പാണെന്ന്. മാത്രമല്ല ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു, ബാക്കി എല്ലാ ഇടത് നേതാക്കളും പറയുന്നത് വികസനവും ക്ഷേമവുമാണ്, അതിലപ്പുറം ഭാവിക്ക് കൂടിയാണ് യുവത വോട്ട് ചെയ്യുക എന്നും. ക്യാമറമാൻ രാജേഷ് വളരിക്കൊണ്ടിനൊപ്പം ദീപക് ധർമ്മടം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.